ഗൾഫ് രാജ്യങ്ങൾ സാധാരണയായിട്ട് അമേരിക്കയും പാശ്ചാത്യ സഖ്യകക്ഷികളെയുമാണ് സുരക്ഷയ്ക്കായിട്ട് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ മാറ്റം നിശബ്ദമായിട്ട് നടക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ കുവൈറ്റും ഒരു 5 വർഷത്തെ ഡിഫൻസ് കോഓപ്പറേഷൻ അഗ്രിമെന്റ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്, അതും പാകിസ്ഥാനുമായിട്ട്. കഴിഞ്ഞ 3 വർഷമായി ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഈ പാക് കുവൈറ്റ് പ്രതിരോധ കരാർ ഇപ്പോൾ കുവൈറ്റ് ഗസറ്റിലൂടെ ഡിഗ്രി ലോ വഴി അംഗീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, കുവൈറ്റ് എന്തിന് ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്തു? ഇത് വെറും ഒരു ട്രെയിനിങ് എഗ്രിമെന്റ് മാത്രമാണ്. 2, എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായിട്ട് പാകിസ്ഥാനിലേക്ക് കൂടുതൽ അടുക്കുന്നത്? 3, ഇത് വരാൻ പോകുന്ന ഇസ്ലാമിക് നേറ്റോയുടെ തുടക്കമാണോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഒരു സെക്യൂരിറ്റി മാപ്പ് തന്നെ മാറുന്ന ഒരു വലിയ സൂചനയാണോ? 4, ഈ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയം ഇന്ത്യക്കും ഗൾഫിനും ഇതിന്റെ അർത്ഥം എന്താണ് എന്നും നോക്കാം. ഏഷ്യ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. ആദ്യം ഈ ഒരു ഡീലിന്റെ പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഇന്നലെ ഒപ്പിട്ട ഒരു പുതിയ കരാറല്ല. ഈ ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ എഗ്രിമെന്റ് 2023 ജൂൺ 11 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. എന്നാൽ ഇപ്പോഴാണ് കുവൈറ്റ് ഔദ്യോഗികമായിട്ട് അത് റാറ്റിഫൈ ചെയ്തത്. അതായത് സ്വന്തം നിയമ നടപടികൾ പൂർത്തിയാക്കി കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കരാറിന്റെ കാലാവധി 5 വർഷമാണ്. ഒരു രാജ്യം പിന്മാറുന്നില്ല എങ്കിൽ അത് സ്വമേധയാ പുതുക്കാനും വ്യവസ്ഥയുണ്ട്. ഇനി ഈ കരാറിലെ പ്രധാന നിബന്ധനകൾ ഇവയാണ്. പലർക്കും തോന്നുന്നത് പോലെ ഇതൊരു പാകിസ്ഥാനി ആർമി ഇനി കുവൈത്തിൽ സ്ഥിരമായിട്ട് വിന്യസിക്കും എന്ന തരത്തിലുള്ള കരാറല്ല ഇതൊരു ഫ്രെയിം വർക്ക് എഗ്രിമെന്റ് ആണ്. ഇതിലൂടെ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ്, മിലിറ്ററി എഡ്യൂക്കേഷൻ, ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ഉണ്ട്, ഡിഫൻസ് റിസർച്ച് ഉണ്ട്, ഡിഫൻസ് ടെക്നോളജി, ജോയിന്റ് എക്സസൈസസ്, മിലിറ്ററി എക്സ്പെർട്ടീസ് എക്സ്ചേഞ്ച് ഉണ്ട്, മിലിറ്ററി മാനുഫാക്ചറിംഗ്, ഇങ്ങനെ ഇതിലുള്ള സഹകരണം, പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സയന്റിഫിക് റിസർച്ച്, മിലിറ്ററി മീഡിയ കോഓപ്പറേഷൻ, കൾച്ചറൽ സ്പോർട്സ് എക്സ്ചേഞ്ച് എന്നിവയിലായിരിക്കും ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിനാൽ ഇത് വെറും ഒരു സൈനിക കരാർ മാത്രമല്ല, ദീർഘകാല പ്രതിരോധ സഹകരണത്തിനുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണ്. നിങ്ങൾക്ക് തോന്നാം പെട്ടെന്ന് എന്തിനാണ് കുവൈറ്റ് ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറായത് എന്ന്. ഇതിനു മുമ്പ് സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് പരസ്പര സുരക്ഷാ സഖ്യത്തിൽ എത്തിയിരുന്നു. സൗദിയിൽ ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈനികരെ ഗ്രൗണ്ടിൽ വിന്യസിക്കുകയും ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ മാതൃകയിൽ കുവൈത്തും പാകിസ്ഥാനിൽ നിന്ന് സുരക്ഷാ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു പകരം സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാകിസ്ഥാന് എനർജി സെക്യൂരിറ്റിയും വൻതോതിലുള്ള ഗൾഫ് നിക്ഷേപങ്ങളും കുവൈറ്റ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയൊരു കാരണമുണ്ട്. ഗ്രോയിങ് ഡൗട്ട്സ് ഓവർ സെക്യൂരിറ്റി, അതായത് US സെക്യൂരിറ്റി ഗ്യാരണ്ടിയിലുള്ള സംശയം. വർഷങ്ങളായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷ നോക്കിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ പ്രാദേശിക ശ്രദ്ധ മാറുന്നതും റഷ്യ, ചൈന, ഇറാൻ അച്ചുതണ്ട് ശക്തമാകുന്നതും കണ്ട് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. തുർക്കി, ഖത്തർ, സൗദി, കുവൈത്ത്, പാകിസ്ഥാൻ എന്നിവരെ ചേർത്ത് പ്രാദേശികമായിട്ടൊരു മുസ്ലിം സുരക്ഷാ കൂട്ടായ്മ ഇസ്ലാമിക് നേറ്റോ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യ പടിയായിട്ടാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. പാകിസ്ഥാനും കുവൈത്തും തമ്മിലുള്ള സൈനിക ബന്ധം പുതിയതല്ല. 1960കളിൽ മുതൽ തന്നെ പാകിസ്ഥാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സൈനിക പരിശീലനവും ഉപദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. കുവൈത്തിന്റെ സൈന്യത്തിലും വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ സൈനിക പരിശീലകരും ഉപദേശകരും പ്രവർത്തിച്ചിട്ടുണ്ട്. 1990ലെ ഗൾഫ് വാർ സമയത്തും പാകിസ്ഥാൻ കുവൈത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ കരാർ ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കം അല്ല, നീണ്ട കാലമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ഔദ്യോഗികവും വിപുലീകരിക്കുന്നതുമായിട്ടുള്ളൊരു നടപടിയാണ്. ഈ കരാർ ഇസ്ലാമാബാദിന് ശരിക്കും ഒരു വലിയ ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ്, അങ്ങനെ ഒരു വിജയമാണ് എന്നാണ് വിലയിരുത്തൽ. കാരണം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പാകിസ്ഥാൻ ഗൾഫ് ഡിഫൻസ് ഡിപ്ലോമസി ശക്തമാക്കുകയാണ്. സൗദി അറേബ്യയുമായിട്ടും UAEയുമായും അടുത്ത ബന്ധം നിലനിർത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ കുവൈറ്റിനൊപ്പം പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇത് ഭാവിയിൽ ഡിഫൻസ് ഇൻഡസ്ട്രി, മിലിറ്ററി ട്രെയിനിങ്, ടെക്നോളജി എക്സ്ചേഞ്ച് തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ സഹായിച്ചേക്കാം. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് കുവൈറ്റിനെയും സൗദിയെയും പോലെയുള്ള അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് സൈനിക കരാറുകളിൽ ഏർപ്പെടുന്നത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. തങ്ങളുടെ ഡയസ്പോറയും ബിസിനസ് ബന്ധങ്ങളും ഗൾഫിൽ ശക്തമാണെങ്കിലും സൈനിക തലത്തിൽ പാകിസ്ഥാൻ ഇവിടെ സ്വാധീനം ഉറപ്പിക്കുന്നത് പ്രാദേശിക ബാലൻസിനെ ബാധിച്ചേക്കാം. ഇനി ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ജോയിന്റ് എക്സസൈസസ് വർദ്ധിക്കാം, മിലിറ്ററി ഓഫീസേഴ്സിന്റെ എക്സ്ചേഞ്ച് കൂടാം, ഇന്റലിജൻസ് കോർഡിനേഷൻ ശക്തമാകാം, ഡിഫൻസ് ടെക്നോളജി മേഖലയിൽ പുതിയ പദ്ധതികൾ വരാം. ഇതൊരു ദിവസത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാക്കില്ല, പക്ഷെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഗൾഫ് സെക്യൂരിറ്റി ആർക്കിടെക്ചറിൽ ഇതിന്റെ ഒരു സ്വാധീനം കാണാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2023 ഒപ്പുവെച്ച ഈ ഒരു കരാർ 2026 കുവൈറ്റ് ഔദ്യോഗികമായിട്ട് റാറ്റിഫൈ ചെയ്തത് വെറും ഒരു മിലിറ്ററി ട്രെയിനിങ് കരാർ മാത്രമായിട്ടല്ല. പശ്ചിമേഷ്യൻ സുരക്ഷാ ഭൂപടത്തിൽ അമേരിക്ക
അമേരിക്കയ്ക്കുള്ള ഒരു സ്വാധീനം കുറയുകയും പ്രാദേശികമായിട്ട് പുതിയ ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഒരു കരാർ 5 വർഷത്തെ കാലാവധി, പക്ഷെ അതിന്റെ ആ ഒരു പ്രതിഫലനം അതിനേക്കാൾ ദൂരം പോകാൻ സാധ്യതയുണ്ട്. ഇത് വെറുതെ കുവൈറ്റും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഡിഫൻസ് ഡീൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ സുരക്ഷാ സമവാക്യങ്ങൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ്. ഇത് ഇന്ത്യയെയും ഗൾഫ് മേഖലയും ഭാവിയിലെ പ്രാദേശിക രാഷ്ട്രീയത്തെയും എത്രത്തോളം സ്വാധീനിക്കുമെന്നത് വരും മാസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.